ഒരു നിയോ ഫാസിസ്റ്റ് ടെൻഡൻസിയുള്ള അല്ലേ, ആണ് എന്ന് പോലും പറയുന്നില്ല, ഒരു നിയോ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് പോലും പറയുന്നില്ല, അത്തരം പ്രവണതകൾ പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്ന, ഒരുപക്ഷെ ഇനി പ്രകടിപ്പിച്ചേക്കാവുന്ന ഒരു ഭരണകൂടമായി മാറുമോ എന്ന ഭയം കൊണ്ട് തടയിടേണ്ട ഒരു രാഷ്ട്രീയ ധാര എന്ന നിലയ്ക്ക് വെള്ളം ചേർക്കുന്നത് CPM. മാധു, ഒന്നാമത്തെ വിഷയം, ഇത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷനായി കഴിഞ്ഞിട്ടില്ല. ഇതൊരു കരട് പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ മാത്രമാണ്. അത് പൊതുജനങ്ങളുടെ മുൻപാകെ ചർച്ചയ്ക്ക് വെച്ച് അവരുടെ അഭിപ്രായങ്ങളും പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നീട് പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളായി വരുന്ന സഹാക്കളുടെ അഭിപ്രായവും എല്ലാം കൂടെ ചേർത്ത് ക്രോഡീകരിക്കപ്പെടുന്നതാണ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷനായി വരുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ CPMൻ്റെ നയമാണ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ CPMൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ PB അംഗങ്ങളുടെ നിലപാടാണ് ഇത് എന്ന് നമുക്ക് പറയാം. സാധാരണഗതിയിൽ സംഭവിക്കുക, അത് അങ്ങനെ അപ്രൂവ് ചെയ്ത് പോവുകയാണ് സംഭവിക്കാറുള്ളതെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ മാറ്റം അവിടെ മാത്രം തുടങ്ങുന്നതല്ല മാധു. അതായത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷനാണ്, രാഷ്ട്രീയ പ്രമേയമാണ്. ഈ രാഷ്ട്രീയ പ്രമേയം സംഘടനാപരമായിട്ടുള്ള പ്രമേയങ്ങളും അതിൻ്റെ സംവിധാനവും ഒക്കെ ഇൻറ്റേർണലായിട്ട് നിശ്ചയിക്കപ്പെടുമ്പോഴും CPIM അവരുടെ രാഷ്ട്രീയ നിലപാട് അടുത്ത 3 വർഷത്തേക്ക് അവർ മുന്നോട്ട് പോകേണ്ട ഏത് പാർട്ടി പരിപാടിയുടെ അടിസ്ഥാനത്തിലാണെന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു കരട് പൊതുജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ട് അങ്ങനെ രൂപീകരിക്കുന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് തത്വത്തിലെങ്കിലും അങ്ങനെയാണ്, തിയറിറ്റിക്കലി എങ്കിലും അങ്ങനെയാണ്. പക്ഷെ തീർച്ചയായിട്ടും സമ്മേളന പ്രതിനിധികൾക്ക് അതിൽ ഒരു പങ്കുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കരട് പൊതുജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഒരു അനുബന്ധ ഡോക്യുമെൻറ്റും കൂടി വരികയാണ്. അത് ഏതാണ്ട് ഒരു രഹസ്യ രേഖയായി പാർട്ടി അംഗങ്ങൾക്ക് മാത്രമായി കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ അത് ചിന്തയിൽ പബ്ലിഷ് ചെയ്തു എന്ന് കേൾക്കുന്നു. അത് ശരിയായിരിക്കാം. പക്ഷേ സംഭവിക്കുന്ന ഇത് ദേശീയ തലത്തിലുള്ളൊരു രേഖയാണ്. ഇത് വെബ്സൈറ്റിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇവിടെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ചിന്തയിൽ പബ്ലിഷ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷനിലുള്ള പദാവലികൾ, അതിലെ നിലപാടുകൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പാർട്ടി അംഗങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല. അവർക്കൊരു വിശദീകരണക്കുറിപ്പ് വേണമെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് അത് ഒട്ടുമേ മനസ്സിലാവില്ല. അപ്പോൾ അവരോട് എന്താണ് ഇത് വിശദീകരിക്കാനുള്ള മടി? അത് ആ ഡോക്യുമെൻ്റ് ഇപ്പോൾ നിങ്ങൾ രാവിലെ പുറത്തുവിട്ട ആ രേഖയും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന്. അതിന് ഡിക്ഷണറിയിലെ നിർവചനം നിയോ ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാനല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ടി സമ്മേളനത്തിൻ്റെ ഡോക്യുമെൻറ്റിലും ആ പദാവലിയുണ്ട്. അത് മോഡി ഗവൺമെൻറ്റിനെ വിശേഷിപ്പിക്കാനായിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിയോ ഫാസിസം എന്നുള്ള പദാവലിയും അതിൻ്റെ ലിറ്ററലായിട്ടുള്ള നിർവചനവും ഒന്നും പഠിപ്പിക്കാനല്ല, പകരം പാർട്ടിയുടെ നിലപാടിൽ വന്ന ഈ മാറ്റം വ്യക്തമാക്കാനാണ്. ആ ഡോക്യുമെൻറ്റിൽ തന്നെ 22-ാം പാർട്ടി കോൺഗ്രസ്സിലെ നിലപാട്, 23-ാം പാർട്ടി കോൺഗ്രസ്സിലെ നിലപാട്, ഇപ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് വരുമ്പോഴത്തേക്കുള്ള കരട്, നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ കരട്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡിയുടെ ഗവൺമെൻറ് മെച്ചപ്പെട്ട് വരുന്നു എന്നാണ് CPMൻ്റെ അഭിപ്രായം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 22-ാമത്തെ പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞിരുന്നത്, അതിൻ്റെ രേഖയിൽ പറഞ്ഞിരുന്നത്, ഇത് മോഡി സർക്കാർ എക്സിബിറ്റ് ഫാസിസ്റ്റിക് ട്രെൻഡ്സ്, ചില ട്രെൻഡുകൾ കാണിക്കുന്നു എന്നുള്ളതായിരുന്നു. 23-ാം പാർട്ടി കോൺഗ്രസ് ആയപ്പോഴത്തേക്ക് അത് മോഡി സർക്കാർ ഈസ് ക്യാരിയിങ് ഔട്ട് ദ ഫാസിസ്റ്റിക് അജണ്ട ഓഫ് RSS എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, BJP ഈസ് നോ ഓർഡിനറി ബൂർഷ പാർട്ടി ആസ് ദി ഫാസിസ്റ്റിക് RSS ഗൈഡ്സ് ആൻഡ് ഡോമിനേറ്റ്സ് ഇറ്റ് എന്നുള്ള രീതിയിൽ ഇതൊരു ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അവിടെയും യഥാർത്ഥത്തിൽ PBയുടെ രേഖയായി വന്നിരുന്ന കരട് അതൊരു അതോറിറ്റേറിയൻ സർക്കാരാണ് എന്നുള്ള രീതിയിലായിരുന്നു. അന്ന് സഖാവ് യെച്ചൂരി അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു ബദൽ രേഖ പോലെ ഒരു അത് അവിടെ അവതരിപ്പിച്ച് അത് പാസ്സാക്കി എടുത്തതിൻ്റെ ഫലമായി വന്ന മാറ്റമാണ് ഇതെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, പാർട്ടി മൊത്തത്തിലൊരു നയം മാറിയെന്നല്ല, പാർട്ടിയിൽ ഈ നയം മാറ്റമുള്ള ആൾക്കാർ നേരത്തെയും ഉണ്ടായിരുന്നു.
അന്ന് അതിനെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ നിലപാടിൽ ബി ജെ പിയുടെ ഫാസിസ്റ്റ് സ്വഭാവത്തെ തുറന്നു കാണിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ തലപ്പത്ത് സഖാവ് സീതാറാം യെച്ചൂരിയെ പോലെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പി ബിയിൽ ന്യൂനപക്ഷമായപ്പോഴും അത് പൊരുതി പാർട്ടി കോൺഗ്രസ്സിലൂടെ ഈ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഉള്ളിലെ അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം എന്ന് CPM പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് 23-ാം പാർട്ടി കോൺഗ്രസിൽ ഫാസിസ്റ്റാണ് BJP എന്ന് പറഞ്ഞിടത്ത് നിന്ന് 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയമാകുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നൈദർ ഫാസിസ്റ്റ് നോർ നിയോ ഫാസിസ്റ്റ്. അതായത് BJP സർക്കാർ ഗവൺമെൻറ് അങ്ങനെ ഒരു ഫാസിസ്റ്റുമല്ല നിയോ ഫാസിസ്റ്റുമല്ല. എന്നാൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലമായിട്ട് ചില നിയോ ഫാസിസ്റ്റ് ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരവാദിയില്ല. ഗവൺമെൻറ് ഫാസിസം ആണെന്നോ നിയോ ഫാസിസ്റ്റ് ആണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവർ ഭരിച്ചതിൻ്റെ ഫലമായി ഇന്ത്യൻ സ്റ്റേറ്റ് ചില നിയോ ഫാസിസ്റ്റ് ക്യാരക്ടർ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇനി അത് ആരുടെ കുറ്റമാണെന്നുള്ളതിനെ കവടി നിരത്തി നോക്കണം. എന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ രീതിയിലേക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്യുക.